മലയാളത്തിന്റെ മൺമറഞ്ഞ ചലച്ചിത്രകാരനായ ശ്രീനിവാസന്റെ സന്ദേശം എന്ന സിനിമയിലെ വിഖ്യാതമായ ഒരു സംഭാഷണമുണ്ട്. ശങ്കരാടി സാറാണ് അത്തരം ഒരു സംഭാഷണം സിനിമയിൽ പറയുന്നത്. അതായത് നമ്മുടെ പാർട്ടി ജയിക്കണം എന്നുണ്ടെങ്കിൽ എതിർചേരിയിലുള്ള രാഷ്ട്രീയ നേതാക്കളായ നല്ല ചെറുപ്പക്കാരുടെ മേലിൽ എന്തെങ്കിലും സ്ത്രീപീഡന കേസോ അല്ലെങ്കിൽ പെണ്ണ് കേസോ ഒക്കെ വച്ച് കെട്ടിക്കൊടുത്താൽ ഒരുപക്ഷെ നമ്മൾ ജയിച്ചേക്കാം. ഏതാണ്ട് ഈ സന്ദർഭത്തെയും സംഭാഷണത്തെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടിതമായ ആസൂത്രിതമായ സ്ത്രീ പീഡന പരമ്പരകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സഖാക്കളും ഒന്നിനു പുറകെ ഒന്നായി 3 പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊണ്ടുവന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതികളിൽ ഏറെയും, അതായത് 3 പരാതികൾ വന്നു. ഇതിൽ 2 പരാതിയും മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇമെയിലായാണ് പരാതിക്കാരികൾ അയച്ചത്. പരാതിക്കാരികൾ എന്ന് വിശേഷിപ്പിച്ചാൽ അത് കുറഞ്ഞു പോകും. അതിജീവിതമാർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി അയക്കാതെ അദ്ദേഹത്തിന്റെ ഇമെയിലിൽ അയച്ചു കൊടുക്കുകയായിരുന്നു. എപ്പോഴും സ്ത്രീപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ അപ്പോൾ തന്നെ ആ പരാതികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി അകത്തിടുകയും ചെയ്തു. പിന്നീട് കോടതിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം നൽകുകയാണ് ചെയ്തത്. 2 കേസിൽ ജാമ്യം നൽകി കഴിഞ്ഞപ്പോൾ ഉടനെ പുറകെ മൂന്നാമതൊരു കേസ് കൂടി കെട്ടിച്ചമയ്ക്കുകയുണ്ടായി. ഈ 3ാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് സ്ത്രീപീഡന വിഷയവും പറഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കോടതി വടിയെടുത്ത് അടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു. പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, അടുത്ത കാലത്ത് രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്തൊക്കെ ഗതിവിഗതികൾ ഉണ്ടാകുന്നു എന്നറിയുവാൻ വേണ്ടി എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന പതിവായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി എടോ പിണറായി വിജയൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. മിസ്റ്റർ പിണറായി വിജയൻ, എടോ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടി വസ്തുതകൾ സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം നിയമസഭയിലായാലും നിയമസഭയ്ക്ക് പുറത്തായാലും ഇനി മേലാൽ ഉയരാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശ്ചയദാർഢ്യമെടുത്തതിന്റെ പേരിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിനു പുറകെ ഒന്നായി നിരവധി പീഡന പരാതികൾ ഉയർന്നു വന്നത് എന്നൊരു ചൊല്ലുകൂടി ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേൾക്കുന്നു. അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ നാണം കെട്ട് നാറി പൊതുജനമധ്യത്തിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെല്ലാവരും തന്നെ, അതായത് 99% ആളുകളും CPM-ന്റെ സമുന്നതരായ നേതാക്കളാണ്. CPM-ന്റെ MLA-മാരായിരുന്നു. CPM-ന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPM നിയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ എന്നിങ്ങനെ വിവിധ തസ്തികകളിൽ CPM-ന്റെ സംഘടനാ പ്രവർത്തകർ തന്നെയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. പലരും ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. കോന്നി MLA ആയ CPM-ന്റെ മുൻ MLA ആയ A പത്മകുമാറും CPM-ന്റെ ശബരിമലയിൽ 2 തവണ കമ്മീഷണറും 1 തവണ പ്രസിഡന്റുമായിരുന്ന N വാസുവും വരുന്ന ആഴ്ചകളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങും എന്ന് നിയമവൃത്തങ്ങളിൽ ചൂണ്ടിക്കാണിക്കും. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മാത്രമല്ല UDF-നും പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത 2 കേസിലും പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, UDF കൺവീനറായ MP ആയ അടൂർ പ്രകാശുമൊത്ത് നിൽക്കുന്ന ചില ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് സോണിയാഗാന്ധിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധിപ്പിച്ചത് അടൂർ പ്രകാശാണ്, UDF-ന്റെ കൺവീനറാണ്, UDF-ന്റെ MP ആണ്. അതുകൊണ്ട് അടൂർ പ്രകാശിനും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. അതിന് ദൃഷ്ടാന്തമായി നിദാനമായി ഉയർത്തി കാണിക്കുന്നതാകട്ടെ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ ചെന്നപ്പോൾ അടൂർ പ്രകാശുമായി നിൽക്കുന്ന ഒരു ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ്. ഈ ചിത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ബന്ധമുണ്ടെന്ന് പറയാൻ അടിസ്ഥാനം ഈ ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് LDF-കാർ മുന്നോട്ടേക്ക് വരുന്നു. ഇത് വളരെ കഷ്ടം തന്നെയാണ് എന്ന് സാധാരണക്കാരായ ജനങ്ങളും പറയുന്നു. എന്നാൽ ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതികളെ തേടുന്നതെങ്കിൽ അവർ ക്ലിഫ് ഹൗസിലേക്ക് ആദ്യം ചെല്ലണം. ക്ലിഫ് ഹൗസിന്റെ അഡ്രസ് അവർ മറന്നുപോയോ എന്നാണ് വിവാദ കേസുകളിൽപ്പെട്ട് പലതവണ പോലീസിന്റെ പിടിയിലായ അകത്ത് കിടക്കേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA തന്റെ FB കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത്. ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസുമായി മുന്നോട്ട് പോകുന്നത്? അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം നിൽക്കുന്ന ചിത്രമുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് SIT സംഘങ്ങൾ പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിഫ് ഹൗസിന്റെ അഡ്രസ് മറന്നുപോയോ? എന്തുകൊണ്ട് പിണറായി വിജയനിലേക്ക് SIT അന്വേഷണം ചെല്ലുന്നില്ല? എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ FB കുറിപ്പിൽ എടുത്തു ചോദിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് MP-യെ SIT ഇന്ന് ചോദ്യം ചെയ്യുകയുണ്ടായി. 2.5 മണിക്കൂർ നേരം ചോദ്യം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിലാണ് തന്റെ ഒരു FB കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. SIT-ക്ക് ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, സംശയമുള്ള ആരെയും അവർക്ക് ചോദ്യം ചെയ്യാം, അത് അവരുടെ ജോലിയാണ്. എന്നാൽ ശ്രീ പിണറായി വിജയന് വേണ്ടി, പിണറായി വിജയന്റെ സേനയ്ക്ക് വേണ്ടി, വിജയന്റെ സേനയ്ക്ക് വേണ്ടി എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞത്. വിജയന് വേണ്ടി, വിജയന്റെ സേനയ്ക്ക് വേണ്ടി SIT അന്വേഷണം നടത്തുമ്പോൾ ഇതുപോലുള്ള പല കലാപരിപാടികൾ കാണാൻ സാധിക്കും എന്നാണ് ഭംഗ്യം തരേണ പറയാതെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ FB കുറിപ്പ് തുടരുന്നത്. FB കുറിപ്പ് പുറത്തു വന്ന് ഏതാണ്ട്
ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ 16,000 ശിഷ്ടം കമന്റുകളും ലൈക്കുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ FB കുറിപ്പിന് കിട്ടിയത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ജനസ്വീകാര്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ FB കുറിപ്പിനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA-ക്കുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൽ നിന്നും ഇപ്പൊ പുറത്താക്കിയിരിക്കുന്ന കോൺഗ്രസിന്റെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, അടൂർ പ്രകാശിന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ 2018, 2019 കാലഘട്ടത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നത് എന്ന് SIT തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 2019 ഭരണപക്ഷത്തിന്റെ ഭാഗമല്ലാതെ, സർക്കാരിന്റെ ഭാഗമല്ലാതെ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു MP മാത്രമാണ് അടൂർ പ്രകാശ്. അങ്ങനെയെങ്കിൽ ഒരു പ്രതിപക്ഷ MPക്ക് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്താൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭരണം കയ്യിലേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത് എന്നാണ് പരിഹാസദ്യോതകമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനോട് ചോദിച്ചത്. അതായത് ഭരണപക്ഷത്തുള്ള ഒരു MPക്ക് ശബരിമലയെ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ FB പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നാണം കെട്ട് നാറി നിൽക്കുന്ന പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും UDF സർക്കാരിന് കൂടി അല്ലെങ്കിൽ UDF നേതാക്കൾക്ക് കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പാപഭാരം UDFന്റെ കൂടി തലയിലിടാൻ വേണ്ടിയുള്ള ഈ തന്ത്രം ജനങ്ങൾ തിരിച്ചറിയും. 8 നിലയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പൊട്ടും. പിണറായി വിജയന്റെ സേനയും വിചാരിച്ചാൽ നാട്ടുകാരെ മുഴുവൻ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല എന്നുകൂടി FB കുറിപ്പിൽ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതായാലും വരാനിരിക്കുന്ന തോൽവിയുടെ മുന്നോടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ SIT-യെ ഉപയോഗിച്ച് നടത്തുന്ന തേരോട്ടം എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളും പറയുന്നത്. അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് വലിയ വായിൽ ഇവർ ചർച്ചയാക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ പിണറായി വിജയന്റെ സ്വന്തം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് ഒരു കുഞ്ഞു പോലും അറിഞ്ഞില്ല. SIT-യുടെ കേന്ദ്രത്തിൽ തന്നെയല്ല ചോദ്യം ചെയ്യൽ നടന്നത്, ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. എന്നാൽ UDF കൺവീനറായ കോൺഗ്രസ് നേതാവായ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തത് അവരുടെ സങ്കേതത്തിൽ വിളിച്ചു വരുത്തിയാണ്, പരസ്യമായി തന്നെയാണ്. അടൂർ പ്രകാശ് ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് എന്താണ് SIT തന്നോട് എന്നും വ്യക്തമാക്കിയുണ്ടായി. എന്നാൽ പിണറായി വിജയന്റെ സ്വന്തം വിശ്വസ്ത സജീവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശബരിമലയിൽ 2018-19 കാലഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ SIT ആരും അറിയാതെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് രഹസ്യമായി പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. അതായത് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും SIT വിളിച്ചു വരുത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു അന്വേഷണ പ്രഹസന നാടകം ഉണ്ടായിരിക്കുന്നത്. UDF നേതാക്കളെ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് SIT അടൂർ പ്രകാശിനെ ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന പടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് SIT ഉദ്യോഗസ്ഥന്മാർക്ക് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ് അറിയില്ലേ, മറന്നുപോയോ, ഞാൻ പറഞ്ഞു തരാം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇനിയും ഈ പോസ്റ്റിന് പ്രതികരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.